അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ട്വിൻസ് എന്ന് പറഞ്ഞ ഗെയിമാണ്. അപ്പോൾ ഇതിൽ നമ്മളിന്ന് മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് മൊണാലിസ, ഡയമണ്ട്, ഗോൾഡ് കോയിൻ ഇതൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് ഉണ്ട് കിടക്കാം. സോ ഗൈസ്, ഞാൻ ഫസ്റ്റ് തന്നെ ക്രോബാർ കൊണ്ട് ചാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് താഴെ വീഴാതെ പോകണം, അല്ലെങ്കിൽ പിന്നെ ആ ട്വിൻസൊക്കെ വരും ഇവിടേക്ക് ശബ്ദം കേട്ടിട്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് വെച്ചേക്കാം. എപ്പോഴാണ് ഓടി ചാടി രക്ഷപ്പെടേണ്ടതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ തുറന്നിട്ടേ വാതിലൊക്കെ അടച്ചിടാനല്ലേ, ചിലപ്പോൾ ട്വിൻസൊക്കെ വരും. സോ ഗൈസ്, ഇത് ഡൈനാമൈറ്റും കിട്ടി, ഡോർ ഹാൻഡിലും കിട്ടി. ഒരു ഡോർ ഹാൻഡിലും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് മറ്റേ ഗണ്ണെടുക്കാൻ പറ്റും. വേറെ ഇവിടെ ഒന്നുമില്ല, വേറെ റൂം. അയ്യോടാ, അവിടെ ഇവൻ്റെ പേരെന്താ, ബോബാണോ പക്കാണോ അതെനിക്കറിയില്ല. എന്തായാലും നമുക്ക് അവിടെ 2 പേരും ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞവർ നമുക്ക് 2 എണ്ണത്തിന് തീർക്കണം. സോ ഗൈസ്, അവിടെ ഡൈനാമൈറ്റ് ഇട്ടുണ്ട്, നമുക്കിനി ഓടാം. ഇവർ പൊട്ടിച്ചാവുന്ന നമുക്ക് നോക്കി. സോ ഗൈസ്, അങ്ങനെ 2 എണ്ണം പാറി പറക്കുന്നുണ്ട്. സോ ഗൈസ്, നമുക്ക് ഈ സമയം കൊണ്ട് പെട്ടെന്ന് നല്ല സാധനങ്ങൾ നമുക്ക് തപ്പാം. അവിടെ ഈ ഷെൽഫിലൊന്നും ഇല്ല. ഇതേ അടുത്ത ഡൈനാമൈറ്റ് വീണ്ടും അവർ വരാണെങ്കിൽ പൊട്ടിക്കാം. അതിൻ്റെ ഉള്ളിൽ ഇതേ ഒരു ഗ്രീൻ കീ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് ആവശ്യമില്ല. സോ ഗൈസ്, നമുക്കിനി നേരെ മേലേക്ക് പോവാം. മേലെ വല്ലതൊക്കെ ഉണ്ടാവുള്ളൂ ഇനി. ഓക്കെ, ഇത് തുറന്നു നോക്കാം. സോ ഗൈസ്, അതിൽ റിവോൾവറിൻ്റെ പാർട്ടാണ്. അതെല്ലാം കൂടി വെച്ച് വരുമ്പോഴേക്കും പ്രാന്തം. അതിൻ്റെ ഉള്ളത് നല്ല നമുക്ക് ഡൈനാമൈറ്റ് തന്നെയാണ്. സോ ഗൈസ്, ഇവിടെ ഒരു ഹാമർ ഉണ്ട്, അത് നമുക്ക് എടുക്കാം ക്രോബാറിൻ്റെ പകരം. ഇതേ നമുക്ക് ഒരു നിലയും കൂടി ഉണ്ട്. അത് എത്ര വലിയ വീടാല്ലേ. നമുക്ക് ഈ റൂം തുറക്കാം. അവിടെ മറ്റെന്തോ ഡേട്ടി ഫാബ്രിക് കിടക്കുന്നുണ്ട് അവിടെ. സോ ഗൈസ്, ഇവിടെ നമുക്ക് ആ കോഡ് അടിക്കണം. ആ ഒരു എവിടെയെങ്കിലും ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും, അതടിച്ചാൽ മാത്രമേ അവിടെ ലോക്ക് തുറക്കാൻ പറ്റുള്ളൂ. സോ ഗൈസ്, ഇവിടെ പസിലാട്ടോ. താഴെ പടത്തുമ്പോൾ എന്തെങ്കിലും പസിലുണ്ടാവും, പക്ഷെ ഞാൻ നോക്കിയില്ല. നമുക്ക് എന്തായാലും കറക്കി കുത്തി നോക്കാം. സോ ഗൈസ്, അത് ഓപ്പണായി. വെറുതെ കറക്കി കുത്തിയാണ്, പക്ഷെ ഓപ്പണായി. ഇതേ ഇതിൻ്റെ ഉള്ളിൽ ഡോർ ഹാൻഡിലാട്ടോ. ഈ ഡോർ ഹാൻഡിൽ നോക്കി നമ്മുടെ കയ്യിൽ മുന്നേ ഒരെണ്ണം കിട്ടിയതും കൂടി ഒരു ഡോർമ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഗണ്ണ് കിട്ടും. ഗണ്ണ് കിട്ടിയാൽ പിന്നെ ഒന്നും പറയണ്ട, ഫുൾ ഓൺ പവറാണ് ഗൈസ്. സോ ഗൈസ്, നമുക്ക് അവരെഴുന്നേൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈ ഗണ്ണ് കൊണ്ടുപോയി വെക്കാം. അല്ല, ഗണ്ണ് കൊണ്ടല്ലേ, ഈ ഡോർ ഹാൻഡിൽ കൊണ്ട് വയ്ക്കാം. സോ ഗൈസ്, തുറന്ന് വരുന്നുണ്ട്. പെട്ടെന്ന് ഓക്കെ, നമുക്ക് എടുക്കാം. ഓക്കെ, ഇതെടുത്തിട്ടുണ്ട്. ഇനി ഈ സിലിണ്ടർ പോയിട്ട് നമുക്ക് മറ്റേ കംപ്രസ്ഡ് ഗ്യാസ് നിറയ്ക്കണം, എന്നാലേ വെടി വയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോഴൊന്നും അവർ എഴുന്നേറ്റിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ഇത് നിറയ്ക്കാം, നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. സോ ഗൈസ്, നമുക്കിത് പെട്ടെന്ന് പോയിട്ട് നിറയ്ക്കാം. ഓക്കെ, ഇതാട്ടോ നിറയ്ക്കണം സാധനം. ഫുൾ അങ്ങോട്ട് ചെയ്യാം. അവരെഴുന്നേറ്റ് വരാണ്ടിരുന്നാൽ മതി. സോ ഗൈസ്, ഇത് നിറയാറായിട്ടുണ്ട്. സോ ഗൈസ്, ഇത് നിറഞ്ഞു. നമുക്കിനി നേരെ പോയിട്ട് ഇത് തോക്കിൽ ഫിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ 5 ഉണ്ട് കേട്ടാ. നമുക്ക് ഇതുവരെ മറ്റവരൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് എന്തായാലും അവരെഴുന്നേറ്റ് വരുമ്പോഴേക്കും ഇവിടുത്തെ മറ്റൊരു ജീവിയില്ല, ഒരു വലിയ വണ്ട് മാതിരിയുള്ളൊരു ജീവി, അതിനെ നമുക്ക് കൊല്ലാം. അവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടാവും, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും. നമുക്കത് എടുക്കാനായിട്ട് നേരെ പോവാം. സോ ഗൈസ്, കറക്റ്റായിട്ട് ആ ജീവിനെ വെടിവെക്കണം, അല്ലെങ്കിൽ പിന്നെ ആ ജീവി നമ്മളെ കടിച്ചുകൊണ്ട് പോകും. സോ ഗൈസ്, നമുക്ക് അങ്ങനെ താഴെ പോവാം. ഓക്കെ, ആ ജീവി വന്ന ഉടനെ ഒരു വെടി അങ്ങോട്ട് വെക്കാം. ബാക്കിയൊക്കെ ഓക്കെ, വെടിച്ചോ. ഓക്കെ, സെറ്റ്. ആ ജീവി ഇങ്ങനെ പറന്ന് പോയിട്ടുണ്ട്. സോ ഗൈസ്, ഈ ജീവിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്തൊരു സാധനമാണ്. മറ്റേ 2 പൊട്ടന്മാരെ വളർത്തുന്നത് ഇതിനെ. സോ ഗൈസ്, നമുക്കിനി തിരിച്ച് മേലെ കയറി പോകാം. മറ്റേ ബോബും ബക്കും എഴുന്നേറ്റുണ്ടാവും. നമുക്കിനി അവരെ കൊല്ലണം. ഇനി 4 ഉണ്ട ബാക്കിയുണ്ട്, അതുകൊണ്ട് സീനില്ല. സോ ഗൈസ്, ഇത് കുറേ കയറി പോകണം. അവരെ മേലെ നിന്ന് തലമണ്ടയ്ക്ക് അടിക്കാണ്ടിരുന്നാൽ മതി. ഓക്കെ, ഇപ്പോഴും അവർ എഴുന്നേറ്റിട്ടൊന്നുമില്ല, ഇപ്പോഴും കാണുന്നില്ല ആ മണ്ടന്മാരെ. ഓക്കെ, ഇതേ മറ്റോ വരുന്നുണ്ട്, മറ്റേ ഇലക്ട്രിക് ഷോക്കിൻ്റെ, അതിന് വെടിവെച്ചിട്ടുണ്ട്. പക്ഷെ മറ്റേ തടിയനെ കാണുന്നില്ലല്ലോ, അതേ വരുന്നു, അതിന് വെടിവെക്കാം. സോ ഗൈസ്, നമുക്കിനി 2 ഉണ്ട ബാക്കിയുണ്ട്, സീനില്ല. നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ, എന്ന് വെച്ചാൽ മൊണാലിസയ്ക്ക് എടുക്കാമെന്നൊക്കെ പിന്നെ എടുക്കാം. സോ ഗൈസ്, ഇതൊക്കെ തുറന്നു നോക്കാം. സോ ഗൈസ്, ഇതിൻ്റെ ബ്ലൂ കീ ആണ്. നമ്മളതിന് മെയിൻ ഡോർ എസ്കേപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതുവഴി ചാടി ലേസർ പൊട്ടിക്കാം.
ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് ആ ഗോൾഡ് കോയിൻ ഇരിക്കുന്നത്. പക്ഷെ അതിന് എടുക്കാനായിട്ട് നമുക്ക് ആൻറ്റി വീല് വേണം. ഓക്കെ, അവിടെ എലിവേഷനൊക്കെയാണ് ഇരിക്കണേ. അപ്പോൾ ആൻറ്റി വീല് ഉണ്ടെങ്കിലാണ് ആ ഗോൾഡ് കോയിൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ഗൈസ്, അപ്പോൾ ഈ പ്ലാങ്ക് പൊട്ടിക്കണം. അതേ അവിടെ അയൺ ഡിസ്ക് ഉണ്ട് മറ്റേ മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാനായിട്ട്. ഇതേ ഗൈസ്, ഞാൻ ഹാമർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നേരെ എടുക്കാം അയൺ ഡിസ്ക്. ഇതുകൊണ്ട് നമുക്ക് വാതിലും കൊണ്ട് വെക്കണം. അതിൻ്റെ മുന്നേ അവർ എഴുന്നേറ്റാണോ? എഴുന്നേറ്റിട്ടില്ല എന്നുകൊണ്ട് നമുക്ക് നേരെ കൊണ്ട് ഇത് വെക്കാം. സോ ഗൈസ്, ഇത് ഇവിടെ കൊണ്ട് വയ്ക്കുക, വേറെ പണിയൊന്നുമില്ല. സോ ഗൈസ്, നമുക്ക് ഡൈനാമൈറ്റ് കൊണ്ടുപോകുന്നത് മറ്റേ ഷോക്കിൻ്റെ ഡാവ് നമുക്ക് വെടി വെച്ചിട്ടവനെ. ഇനി മറ്റേ തടീനെ വെടി, അതിന് കിടന്ന് തപ്പേണ്ടി വരും ഇനി. സോ ഗൈസ്, ആ വെടിയിൽ 2 പേരും പോയി. അതിനെ മറ്റവനെ ഞാൻ കണ്ടില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് എന്തായാലും ഗ്യാസ് ഫില്ല് ചെയ്യാം. ഇത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഒരു പണി നടക്കില്ല. നേരെ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഫുള്ളാക്കിയിട്ടുണ്ട്. നമുക്കിനി വേറെ വല്ലതൊക്കെ കിട്ടുമെന്ന് പോയി നോക്കാം. സോ ഗൈസ്, ഇവിടെ മറ്റേ വെള്ളത്തിൻ്റെ അവിടെ വന്ന് കോഡ് നോക്കിയതാണ്. 4-1-4-3 അങ്ങടാ അടിച്ചു നോക്കാം. ഓക്കെ, പമ്പ് ഹാൻഡിൽ കിട്ടി ഗൈസ്. ഇതുകൊണ്ട് എന്തിട്ടാ പണിന്ന് ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. അയ്യോ നമ്മളും ചത്തുറയിൽ. സോ ഗൈസ്, നേരത്തെ അവനെ വെടിവെക്കാൻ നോക്കിയപ്പോൾ നമ്മളും ചത്തുപോയി. അങ്ങനെ തോക്ക് ഇപ്പോൾ മേലെ പോയി കിടക്കണം നമ്മൾ ചത്തുകൊണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഡൈനാമൈറ്റ് വെച്ചിട്ട് അവനെ തീർത്തിട്ടുണ്ട്. നമുക്ക് ഇനി പണിയും തീർക്കാം. സോ ഗൈസ്, നമുക്കിനി നേരെ പോയിട്ട് ആ തോക്കാൻ എടുക്കാം, അല്ലെങ്കിൽ ഇവരൊന്നും ശരിയല്ല. സോ ഗൈസ്, നമ്മുടെ തോക്ക് ടേബിളിൽ കറക്റ്റായിട്ട് ഇതേ കിടക്കുന്നുണ്ട്. ഈ പമ്പാനിൽ വെച്ചിട്ട് ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ കൊണ്ട് കുത്തി വെക്കാനായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഈ സംഭവം തുറന്നു വരും. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, അതിൻ്റെ ബോക്സ് വീണു. ആ ബോക്സ് വീണു ഗൈസ്. ഇനി നമുക്കൊരു ഹാമർ എടുത്തിട്ട് വരണം. സോ ഗൈസ്, ഹാമർ എടുത്ത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആൻറ്റി വീലാണ് ഗൈസ്. ആൻറ്റി വീല് നമുക്ക് കൊണ്ട് വയ്ക്കാം. സോ ഗൈസ്, നമുക്ക് ഇവിടെ വയ്ക്കാം ആൻറ്റി വീല്. ഇനി നമുക്ക് ആ ഗോൾഡ് കോയിൻ എടുക്കാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ അവിടുത്തെ വെള്ളം പോയില്ലോ. ഓക്കെ, നമുക്ക് ഗോൾഡ് കോയിൻ എടുക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് സാധനം എടുത്തിട്ടുണ്ട്, ഗോൾഡ് കോയിൻ. ഇനി മൊണാലിസ വേണം, ഡയമണ്ടും വേണം. ഓക്കെ, മറ്റേ ബക്കും ബോബൊന്നും എഴുന്നേറ്റിട്ടില്ല. നമുക്ക് ഈ ഗോൾഡ് കോയിൻ കൊണ്ട് ആ വാതിലിനെ അവിടെ കൊണ്ടിടാം. ഓക്കെ, ഇതിവിടെ കിടക്കട്ടെ. ഓക്കെ, അവരൊന്നും കാണുന്നില്ല. സോ ഗൈസ്, ഞാൻ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ മറ്റോ വന്നിട്ടുണ്ട്, ബോബ്. ഇവൻ്റെ പേര് ബോബാന്ന് തോന്നുന്നത്. അതെ. ഇനി ബക്ക് എവിടെ പോയി? ബക്കിനെ ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്കിനി ഈ ക്രോബാർ എടുത്തിട്ട് ഒരു പണിയുണ്ട്. ഈ പ്ലാങ്ക് പൊട്ടിക്കണം. ഇതിലൂടെ പോയാൽ ഇവിടെ ഒരു ഡൈനാമൈറ്റ് കിടക്കുന്നുണ്ട്. നമുക്ക് ഈ പ്ലാങ്ക് എടുക്കണം. എന്ന് വെച്ചാൽ മൊണാലിസേൻ്റെ അവിടെ ഒരു പ്ലാങ്ക് മിസ്സിങ്ങാണ്, അതിനെ കൊണ്ടുവയ്ക്കണം. ഈ ഡൈനാമൈറ്റ് നമുക്ക് എടുക്കാം. പ്ലാങ്ക് നമുക്ക് ഇവിടെ കൊണ്ട് ഇടാം കേട്ടോ, നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബക്കിനെ തീർത്തിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ ബോബൻറ്റ് വരും. സോ ഗൈസ്, നമുക്കിനി ഈ ചാല് വഴി പോയിട്ട് നമുക്കൊരു ഇലക്ട്രിക് ഷോക്ക് എടുക്കണം. ഇലക്ട്രിക് ഷോക്ക് അല്ല, മറ്റേ കറണ്ട് കളയണം. സോ ഗൈസ്, നമ്മളങ്ങനെ കറണ്ട് കളഞ്ഞുകൊണ്ട് നമുക്കിനി ഈ വഴി തിരിച്ചു പോകാം. സോ ഗൈസ്, അവരൊന്നും എഴുന്നേറ്റിട്ടില്ല. നമ്മുടെ കയ്യിലാണ് ഇവരും ഉണ്ടല്ലോ. സോ ഗൈസ്, ഈ കറണ്ട് കളയുന്നത് എന്നിട്ടാന്ന് വെച്ചാൽ എനിക്കും പ്രത്യേകിച്ച് അറിയില്ല. പക്ഷേ ആ മൊണാലിസേൻ്റെ അവിടെ ഒരു ലേസർ അങ്ങോട്ട് ഉണ്ട്. അതങ്ങോട്ട് ആവാണ്ടിരിക്കാനാണ് ഈ കറണ്ട് കളയുന്നത് എന്നാണ് എൻ്റെ തോന്നണേ. സോ ഗൈസ്, നമുക്കിനി വീണ്ടും നമുക്ക് ഇത് നിറയ്ക്കാം. സോ ഗൈസ്, വീണ്ടും നമ്മൾ 5 ഉണ്ടായിട്ട് ഇനി എല്ലാത്തിനും വെടി വെച്ചിടാം. മറ്റൊന്ന് തീർത്തുണ്ട്, ബക്കിന് തീർത്തുണ്ട്. ഇനി മറ്റേ ബോബുണ്ട്. സോ ഗൈസ്, നോക്കുമ്പോൾ അവർ വീണ്ടും പോയിട്ട് മറ്റേ കറണ്ട് വീണ്ടും അവർ ഓണാക്കി. നമുക്കത് വീണ്ടും ഓഫ് ചെയ്യാം. നമ്മളങ്ങനെ വീണ്ടും അത് ഓഫ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് അങ്ങനെ തിരിച്ചു പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കറണ്ട് കളഞ്ഞപ്പോൾ ഈ ഡോറ് തുറന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ട് കളയണത്. ഇത് ഇലക്ട്രിക് ഷോക്ക്, മറ്റേ ഇലക്ട്രിക്കിൻ്റെ ഡോറാണ്. കറണ്ട് കളയുമ്പോൾ തന്നെ തുറക്കും. സോ ഗൈസ്, നമുക്കിനി പ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്, സ്ക്രൂ ഡ്രൈവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് പ്ലാങ്ക് വെക്കണം. പ്ലാങ്ക് വെക്കുക. ഇനി അതിലേക്ക് ചാടാം. എന്നിട്ട് നമുക്ക് ഈ മൊണാലിസ ചിത്രം എടുക്കാനായിട്ട് നമുക്ക് സ്ക്രൂ കൊണ്ട് ഇത് അഴിച്ചു കൊടുക്കണം. സോ ഗൈസ്, അങ്ങനെ ഗോൾഡ് കോയിൻ കഴിഞ്ഞ ശേഷം നമ്മൾ മൊണാലിസ എടുക്കുകയാണ്.
നമ്മളിത് അങ്ങനെ മൊണാലിസ എടുത്തിട്ടുണ്ട്. സോ ഗൈസ് നമുക്കിനി വേറെ വഴിയിൽ ഇവിടെ നിന്ന് ചാടണമെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ ഫോട്ടോയൊക്കെ കയ്യിൽ നിന്ന് പോയി. പെട്ടെന്ന് എഴുന്നേക്കണം, അല്ലെങ്കിൽ മറ്റൊരു സൗണ്ട് കേട്ടിട്ട് വരും. സോ ഗൈസ് ഫോട്ടോ ഇവിടെ പോയി. ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഈ ഫോട്ടോ കൊണ്ട് വാതിലിൻ്റെ അവിടെ കൊണ്ടിടാം. ഇനി നമുക്ക് ഡയമണ്ടും കൂടി വേണം. സോ ഗൈസ് മറ്റോ വരുന്നുണ്ട് ബോംബ്. അതിന് തീർത്തിട്ടുണ്ട്. ഇനി ബക്ക് എവിടെയാണോ? ബക്കിനെ കാണുന്നില്ലല്ലോ. സോ ഗൈസ് നമ്മളിത് ഈ സാധനം തുറന്നു. ഇവിടെയാണെങ്കിൽ ഈ വഴി നമുക്ക് ഡോർ എസ്കേപ്പ് ചെയ്യാം. എനിക്ക് ഇതിനായിട്ടാണെങ്കിൽ മറ്റേ റെഡ് കീ കിട്ടിയിട്ടില്ല. സോ ഗൈസ് മറ്റോ അതിന് തീർത്തുണ്ട്. മറ്റേ മതിലിൻ്റെ മണ്ടയിലൊക്കെ കയറിയിരിക്കുന്നു. സോ ഗൈസ് ഇത് വീണ്ടും മറ്റേ തടി. ഇത് പ്രാന്താവട്ടെ ഇവരൊക്കെ വെടിവെച്ച്. ഓക്കെ മറ്റോ രണ്ടെണ്ണത്തി ഒരുമിച്ച് അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. കുറച്ച് അരിച്ച് ഇവരെ കൊന്നപ്പോൾ മറ്റേ ബട്ടൺ കിട്ടിയേക്കണു ഗൈസ്. ഈ ബട്ടൺ കൂടി നമുക്ക് വെടിക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരാവശ്യമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കറങ്ങി പോവാം. സോ ഗൈസ് ഇവിടെ വേണ്ട അയൺ കോഗ് എന്ന് പറഞ്ഞൊരു സാധനം വെക്കണം. എന്നാലേ നമുക്കൊരു സംഭവം അറക്കീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സോ ഗൈസ് അങ്ങനെ കുറേ തപ്പലിന് ശേഷം നമുക്ക് അയൺ കോഗ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ് ഇത് കറങ്ങി തീർന്നില്ല ഇത്. സോ ഗൈസ് നമുക്കിനി അയൺ കോഗ് ഇവിടെ വയ്ക്കാം. ഓക്കെ നമുക്കിനി തിരിച്ചു പോവാം. ഓക്കെ നമുക്കിനി പോയിട്ട് ഇവിടുത്തെ ഒരു ബട്ടൺ പിടിച്ച് അമർത്തണം. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഇവിടെ കിട്ടുമായിരിക്കും. സോ ഗൈസ് നമുക്ക് മറ്റേ സ്വിച്ച് ബോർഡ് കീ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഡയമണ്ട് എടുക്കാൻ പറ്റും. സോ ഗൈസ് നമുക്ക് ഇവിടെ കീ കൊണ്ടുവയ്ക്കുക. ആ ലിവർ താഴ്ത്താം. സോ ഗൈസ് ഇപ്പോൾ അവിടെ ഡയമണ്ട് വന്നിട്ടുണ്ടാവും. നമുക്കിനി അത് നേരെ പോയിട്ട് എടുക്കണം. ഓക്കെ ഇവിടെ ഡയമണ്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാ സാധനവും കിട്ടി. പക്ഷെ നമുക്ക് മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാനായിട്ട് റെഡ് കീ മാത്രം കിട്ടിയിട്ടില്ല കേട്ടോ. അവിടെ മറ്റോ പിടിച്ചുടാ. പക്ഷേ ആ മറ്റേ സംഭവം കൊണ്ടിടാമോ? ഇപ്പോൾ നമ്മുടെ മറ്റോ വന്ന് പിടിച്ചു. കുഴപ്പമില്ല. നമുക്ക് ഈ രണ്ടിടത്ത് ഒരുമിച്ച് നമുക്ക് തീർത്തുണ്ട്. സോ ഗൈസ് നമുക്ക് റെഡ് കീ കിട്ടാത്തതുകൊണ്ട് നമുക്ക് ബ്ലൂ കീ വെച്ച് എസ്കേപ്പ് ചെയ്യാം. ബ്ലൂ ഡോർ തുറന്നിട്ടുണ്ട്. നമുക്കിനി എല്ലാ സാധനം പോയി എടുത്തിട്ട് നമുക്ക് നേരെ പോയിട്ട് എസ്കേപ്പ് ചെയ്യാം. നമുക്കെല്ലാം എടുത്തിട്ട് വരാം. സോ ഗൈസ് മൊണാലിസ, ഡയമണ്ട്, ഗോൾഡ് കോയിൻ എല്ലാം എടുത്ത് നമുക്ക് നേരെ പോയിട്ട് എസ്കേപ്പ് ചെയ്യാം. സോ ഗൈസ് നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു കീ ഇരിക്കുന്നു ഗൈസ്, റെഡ് കീ. ഈ റെഡ് കീ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി മറ്റേ വഴി എസ്കേപ്പ് ചെയ്യാണ്ട് മെയിൻ ഡോർ തന്നെ എസ്കേപ്പ് ചെയ്യാം. സോ ഗൈസ് നമുക്ക് എല്ലാം എടുത്ത് നേരെ പോയിട്ട് എസ്കേപ്പ് ചെയ്യാം. സോ ഗൈസ് അങ്ങനെ നമ്മളിത് ട്വിൻസ് ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. മറ്റേ പൊട്ടന്മാരവിടെ നോക്കിയിരിക്കുന്നുണ്ട്. സോ ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേറെ വല്ല ഡോർ എസ്കേപ്പ് വേണം, റൂഫ് എസ്കേപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയണ്ടേലും എനിക്കറിയില്ല. അതൊക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമുള്ള ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം.